സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഫുഡൊക്കെ നന്നായിരുന്നില്ലേ? ഇവിടെ നിന്ന് കയറി നേരെ മേളിൽ പോയിട്ട് 2ാമത്തെ റൂമാണ്. നിനക്ക് ഗസ്റ്റ് റൂമൊന്നും തരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി എങ്ങനെ അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇനി ഇവിടെ പോകുമ്പോഴായിരിക്കും. ഒരു കാരണവശാലും നീ 1ാമത്തെ റൂമിൽ കയറരുത്. ഈ കാശിന് പിന്നെ സഹിക്കാം. മറ്റേ സാധനം തൊള്ള അടയ്ക്കത്തില്ല. അതുകൊണ്ട് നേരെ 2ാമത്തെ റൂമിൽ തന്നെ പോകണം കേട്ടാ. പിന്നെ നീയായിട്ട് പോയി ചോദിച്ചു വാങ്ങിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാനേ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. അല്ല ഋഷിയേട്ടാ, എൻ്റെ കൂടെ മേള് വരെ വന്നിട്ട് 2ാമത്തെ റൂമൊന്ന് കാണിച്ചു തരുമോ? എനിക്ക് ജന്മനെ ഒരു കുഴപ്പമുണ്ട്. 1 പറഞ്ഞാൽ 2 കയറും, 2 പറഞ്ഞാൽ 1 കയറും. മൊത്തത്തിൽ കൺഫ്യൂഷനാകും ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഒന്നാമത് അങ്ങേരുടെ കൂടെ റൂം ഷെയർ ചെയ്യണതിൻ്റെ ഒരുമാതിരി ഒരു ടെൻഷനില്ല ഞാൻ. അങ്ങേരങ്ങനെ രാത്രി എന്നെ എടുത്തിട്ട് ഇടിച്ചാലോ എൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിന്. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പാളിയിരിക്കുക. വിരോധമില്ലെങ്കിൽ ചേട്ടൻ എന്നെ റൂമിൻ്റെ ഫ്രണ്ട് വരെ ഒന്ന് കൊണ്ടാക്കും. ഐ എം സോ സോറി. എന്നെ അങ്ങനെ ആ മറ്റേ സാധനം അവിടെ കണ്ടാലുണ്ടല്ലോ, ഇന്നത്തെ ദിവസം ഇവിടെ ഉള്ള ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല, ചെവി തല കേൾക്കത്തില്ല. വരായിരുന്നു, അത് സീനില്ല. പക്ഷേ ഇവിടെ കുക്കിങ്ങിനൊക്കെ വരുന്ന 2-3 ആൻറ്റിമാരുണ്ട്. അവർ എല്ലാവരും ഒരു ഫാമിലിയിലുള്ളവരാണ്. അവരുടെ ആരുടെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് ലീവ് എടുത്തേക്കുക. അതുകൊണ്ട് ഇവിടെ വേറെ ആരുമില്ല. അപ്പം ഞാൻ തന്നെ ഇനി നീ കഴിച്ച ഫുഡിൻ്റെ പാത്രവും ഇന്ന് വെച്ച ഫുഡിൻ്റെ പാത്രവും ഒക്കെ പോയി കഴുകി വയ്ക്കണം. കഴുകി വെച്ച് പോയി കിടക്കുമ്പോൾ തന്നെ ഒരു നേരമാവും. എന്നിട്ട് രാവിലെ എണീറ്റ് ഇവർക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം. പോരാഞ്ഞിട്ട് ഞാൻ ഓഫീസിലും പോകണം. ഒരുപാട് ജോലിയുണ്ട് മോനെ. നീ പോയാൽ മതി. 2ാമത്തെ റൂം കേട്ടാ, മാറിപ്പോവല്ലേ? ശരി എന്നാ. അല്ല ഋഷി, 2ാമത്തെ റൂം. ഓ, ആ കാലമാടൻ്റെ മൂഞ്ചി ഇനി ഒന്നുകൂടെ കാണണമല്ലോ. ഇനി അയാൾ എന്തൊക്കെ വിളിച്ച് പറയുമോ എന്തോ. ഗതികേട് അല്ലാതെ എന്ത്. ഈ അച്ഛന വിധി. അടുത്ത വർഷമെങ്കിലും അടുത്ത ജന്മമെങ്കിലും എനിക്കൊരു നല്ല അച്ഛനെ തരണേ ദൈവമേ. അവൻ ഇത്ര നേരമായിട്ട് കാണാമല്ലോ. അവൻ തിന്നാൻ തന്നെയല്ലേ പോയത്. അതോ ഇനി ചരുവം വടിച്ച് വെക്കാൻ വല്ലാണോ? ഇനി ഞാൻ അറിയാണ്ട് അപ്പം എങ്ങാണോ അവന് ഗസ്റ്റ് റൂമാണോ കൊടുത്താണോ? പോയി നോക്കണോ? ഓ, ഇതാ വരുന്നു 32 കൊല്ലം കാണിച്ചു. ഹായ്. പറയാതിരിക്കാൻ വയ്യ,
ഉറങ്ങിയില്ലായിരുന്നോ? നിങ്ങളുടെ ചേട്ടനല്ലേ ഋഷി, പുള്ളിക്കാരൻ പൊളിയാ. ഫുഡൊക്കെ എന്നാ ടേസ്റ്റാ. എൻ്റെ അമ്മ പോലും ഇത്ര നന്നായിട്ട് ഉണ്ടാക്കത്തില്ല. അല്ല, എന്താ ഉറങ്ങാത്തെ? എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നോ? ഓ, നിൻ്റെ ഈ അണ്ണാക്ക് ഒരു നേരത്തും അടഞ്ഞിരിക്കത്തില്ലല്ലേ? ആടാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നീ പാലും കൊണ്ട് വന്നേക്കല്ലേ? ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. വലിച്ച് കീറിഞ്ഞോട്ടിക്കും പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തൊരു ഇറിറ്റേറ്റിംഗ് നീ. ഓ, ഡിസ്കോസ്റ്റിംഗ് തരം. പറഞ്ഞിട്ടെന്തിനാ? തന്തയ്ക്ക് സംസ്കാരമല്ലല്ലോ, പിന്നെ എങ്ങനെ മോന് കാണുന്നത്? കയറി കിടക്കാൻ നോക്ക്, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ. ഫസ്റ്റ് നൈറ്റാ? അതൊന്നും എഗ്രിമെൻറ്റിലില്ല, ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ എനിക്കിങ്ങനെയൊന്നും കയറി കിടക്കാനൊന്നും പറ്റത്തില്ല. ഞാനങ്ങ് ലണ്ടനിൽ 2 നേരം കുളിക്കും. എൻ്റെ ഡ്രസ്സും ഉടുപ്പൊന്നും എടുത്തുകൊണ്ട് വന്നില്ലല്ലോ. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ വന്ന് കിടന്നോളാം. സത്യം, ആരെയും ബുദ്ധിമുട്ടിക്കൂല. കുളിക്കാൻ വല്ല വഴിയുണ്ടോ? ആടാ, നിന്നെ ഞാൻ ഇനി കുളിപ്പിച്ച് പൊട്ടും കൂടെ കുത്തി വെച്ച് തരാം. ഏത് നേരത്താണോ ഈ പോകൻ്റെ തുണി എടുക്കാൻ പറയാൻ മറന്നുപോയത്. ഒരു കാര്യം ചെയ്യും, നിനക്കിപ്പോൾ കുളിച്ചാലേ ചാച്ചാൻ പറ്റുള്ളന്നല്ലേ? അപ്പുറത്ത് പോയി ചൈതുവിൻ്റെ അടുത്ത് പോയി അവൻ്റെ പഴയ വല്ല ഡ്രസ്സും ഉണ്ടെങ്കിൽ 2 വാങ്ങിച്ചോണ്ടോ. എന്നിട്ട് കയറി കുളിച്ചിട്ട് സോഫയിൽ കയറി കിടന്നുറങ്ങ് പോ. സോഫയിലാ? എന്തിന്? ഇത്രയും വലിയ ബെഡില്ലേ? ഇതിനകത്ത് 4 പേർക്ക് കിടക്കാമല്ലോ. ഇതിൽ കിടന്നാൽ പോരെ? ഞാനെന്തിനാ സോഫയിൽ കിടക്കുന്നത്? പിന്നെ അതുമാത്രമല്ലാണ്ട് അയാളുടെ തുണിയൊന്നും എനിക്ക് കണക്കാവത്തില്ല. അയാൾ കുഞ്ഞിതാ, ഞാൻ വലുതാ, എനിക്ക് പൊക്കമുണ്ട്. അതെ, നിനക്കിപ്പോൾ ഡ്രസ്സ് വേണമെങ്കിൽ അവൻ്റെ അടുത്ത് പോയി വാങ്ങാം. വരാം, മിണ്ടാതെ സൗണ്ട് ഉണ്ടാക്കാതെ കയറി കുളിക്കുക, ആ സോഫയിൽ കയറി കിടക്കുക. എൻ്റെ അടുത്ത് കിടത്താനായിട്ട് നീ എൻ്റെ കൂടെ പിറന്ന സഹോദരനൊന്നും അല്ല, നീ ഇവിടുത്തെ സെർവൻ്റാണ്. അത് നീ മറക്കരുത്. വേലക്കാരൻ കിടക്കേണ്ട സ്ഥലത്ത് കിടക്കണം. ഇനി സോഫയിൽ കിടക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്താ ഒരു പില്ലോ അങ്ങ് തരാം, ആ തറയിലങ്ങ് കിടന്നാൽ മതി കേട്ടാ. അത്രയ്ക്ക് സ്നേഹമൊന്നും എനിക്ക് തുളുമ്പി ഒഴുകുന്നില്ല നിൻ്റെ അടുത്ത്, നിന്നെ പിടിച്ച് എൻ്റെ അടുത്ത് കിടത്താൻ കേട്ടോ. പിന്നെ അവൻ കുഞ്ഞിതാന്ന് പറഞ്ഞത് അവനെങ്ങാനും കേട്ടാ നിൻ്റെ 2 കണ്ണിനും അവ എടുത്ത് അപ്പുറത്തെ ഷെൽഫിനകത്ത് അടച്ചു വയ്ക്കും. പോയി അവൻ്റെ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ച് ഇടാൻ പറ്റുമെങ്കിൽ കിട്ടാതെ. നീ കുളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിനക്കാണ് അതൊക്കെ നിർബന്ധം. വേണമെങ്കിൽ കുളിച്ചാൽ മതി, ഇല്ലെങ്കിൽ പോയി ആ തറയിൽ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കിയർക്കാം. അതെ, ഞാൻ അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക, എന്തിനാ ഈ തൊട്ടേനും പിടിച്ചതിനും ദേഷ്യപ്പെടുന്നേ? ഞാൻ ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ. ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹോർമോൺസ് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് മുടി നരയ്ക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ പിന്നെ അപ്പാപ്പനാവേ? എടാ പൊന, നിൻ്റെ തന്ത കണ്ടുപിടിച്ച ശാസ്ത്രമാണോ? അതാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. നീ നിൻ്റെ തിയറി ആയിട്ട് അങ്ങ് വച്ചിരുന്നാൽ മതി. നിൻ്റെ തന്തയല്ലേ ആ പോങ്ങൻ, അയാൾ പലതും കണ്ടുപിടിക്കും. നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ കയറി കിടക്കുന്നുണ്ടോ? അതോ നിൻ്റെ 2 കൈനും കൊല്ലം ഞാൻ ചവിട്ടി ഓടിക്കണോ? വേണ്ട, ഞാൻ പോയി ചോദിച്ചോളാം. അയാളുടെ പേരെന്തെന്നാ പറഞ്ഞേ? ഓ, ഇനി അവൻ്റെ പേരറിഞ്ഞാലേ അവൻ്റെ തുണി നിൻ്റെ മേത്തോട്ട് കയറത്തുള്ളോ? ഇറങ്ങിപ്പോടാ. ഓ, പേരറിഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങേരുടെ തുണി എൻ്റെ മേത്ത് കയറുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ശരി, താങ്ക് യു. എന്തൊരു കോലമാടനായി പട്ടി തെണ്ടി. വെറുതെ അല്ല അച്ഛവനിയുടെ അണ്ണാക്കിലിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്താടാ നീ ഇപ്പം എന്താ പറഞ്ഞേ? എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഒരു ആത്മകഥം പറഞ്ഞതാ എൻ്റെ പൊന്നു ചേട്ടോ. എന്ത് കഷ്ടം ഇത്. മാനസമൈനേ വരൂ. ഈ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് കറണ്ട് ബില്ല് വരുമ്പോൾ 50,000 30,000. അന്നേരം ഇവിടെ കിടന്ന് അലയ്ക്കും. 4 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ എന്തിനാ ഇത്ര കറണ്ടിൻ്റെ ചിലവ്? ആനാ ചേനാന്നും പറഞ്ഞുകൊണ്ട് ഇടാൻ ആർക്കും ഒരു കുരുവില്ല. ഹായ് ഋഷി ചേട്ടാ, ചേട്ടൻ കിടന്നില്ലായിരുന്നോ? ചേട്ടൻ മോളെ കയറൂല എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഈ ലൈറ്റ് ഞാനായിട്ടെ, ഇവിടേക്ക് ഇരുട്ടല്ലേ, എനിക്ക് നടന്നു പോണ്ടേ. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എവിടെ നടന്നു പോണ്ടേന്ന്? നീ ഇതുവരെ അവൻ്റെ റൂം കണ്ടുപിടിച്ചില്ലേ? ആകപ്പാടെ ഈ മുകളിൽ 3 റൂമേ ഉള്ളൂ. ഒന്ന് ഗസ്റ്റ് റൂമാ, അതാണെങ്കിൽ തുറന്നായിട്ടയക്കുന്നത്. അത് കണ്ട നിനക്ക് അറിഞ്ഞൂടെ അതിനകത്ത് ആൾ താമസമില്ലെന്ന്. പിന്നെ ഉള്ള ആകപ്പാടെ 2 റൂമാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കയറി വരുന്നതിൻ്റെ 2ാമത്തെ റൂമാന്ന്. എന്നിട്ട് നീ ഇപ്പോഴും കറങ്ങിക്കൊണ്ട് നടക്കുക. നീ വന്നേ, ഞാൻ കാണിച്ചു തരാം റൂം. അയ്യോ ഋഷി ചേട്ടാ നിൽക്ക്. ആക്ച്വലി അതല്ല പ്രശ്നം. ഞാൻ റൂമൊക്കെ കണ്ടുപിടിച്ചു. ആ മുയലിൻ്റെ മുഞ്ചുള്ള ഡിനോസറിനെ കാണുകയും ചെയ്തു. വായിന്ന് 10 തെറിയും കിട്ടി. അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഇപ്പം അതല്ല പ്രശ്നം. നിങ്ങളുടെ വേറൊരു അനിയനില്ലേ, ആ മുയൽ മൂഞ്ചിയനല്ലാതെ ഒരു
തവളയല്ലല്ലോ, ഒരു താറാവിൻ്റെ മുഖമുള്ള കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞായിരുന്നു പഴയത്. എനിക്ക് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. ആ പുള്ളിക്കാരൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെവിടെയാ? ഓ എടാ പോങ്ങ, അത് നീ ഇറങ്ങിയ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാ. നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? ഇത് ബാൽക്കണിയിലോട്ട് പോകുന്ന വഴിയാ. മണ്ടം തന്നല്ലടാ നീ. വാ, ഞാൻ കാണിച്ചു തരാം. ഓ ഐ സി. ആക്ച്വലി ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തോപ്പിക്കാൻ ആരും കാണത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിവിടെ പുതിയതല്ലേ. ഗൂഗിൾ മാപ്പാണെങ്കിൽ വർക്ക് ആവുന്നില്ല, ഫോണും ഇല്ല എൻ്റെ കയ്യിൽ. സോ വാട്ട് ഐ ക്യാൻ ഡു? നാളെ തൊട്ട് ശരിയാക്കിക്കോളാം. അത് ഋഷി ചേട്ടാ, പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എൻ്റെ അളിയൻ ഇവിടെ ഏത് റൂമിലാണ് കിടന്നേ? അല്ല, അത് ഗസ്റ്റ് റൂമാണല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ 2 റൂമല്ലേ ഉള്ളൂ, പിന്നെ താഴെ 2 റൂമല്ലേ ഉള്ളൂ. അല്ല, എൻ്റെ രൂഹമാണേ. അപ്പോൾ എൻ്റെ അളിയൻ എവിടെ കിടന്നേ? അതുമാത്രമല്ലാണ്ട് നിങ്ങളെല്ലാവരും അല്ലേ പറഞ്ഞേ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഈ കോഴിക്കുഞ്ഞ് ടെററാണെന്ന്? അങ്ങേരടുത്ത് പോയി തുണി ചോദിച്ചാൽ അങ്ങേര് വല്ല ചീത്തയും വിളിച്ചു പറഞ്ഞാൽ ഞാനിനി അതും കേൾക്കണ്ടേ? അല്ലേലെ മസിലിൻ്റെ വായിരിക്കുന്ന പുളിച്ച തെറിയെല്ലാം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അതും കൂടെ കേട്ടാൽ എൻ്റെ ചെവി പുഴുത്തു പോവും. അല്ല, ഋഷി ചേട്ടന് എൻ്റെ കൂടെ വന്നൂടെ? എനിക്കൊരു ധൈര്യവും ചേട്ടനൊരു ധൈര്യവും, എനിക്കൊരു ഹെൽപ്പും, ചേട്ടനൊരു പുണ്യവും കിട്ടും. ഓ, നീ ഇപ്പോഴും ഇങ്ങനെ ചലച്ചോണ്ടിരിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചോദിക്കേ. പിന്നെ നീ ലാസ്റ്റ് പറഞ്ഞ പുണ്യമുണ്ടല്ലോ, അതെനിക്ക് വേണ്ട. അങ്ങോട്ട് കയറി വന്നിട്ടാണ് അവൻ്റെ വായിരിക്കുന്നത് ഞാൻ കേൾക്കാനല്ലേ? നിന്നെ ഒന്നും പറയത്തില്ല, കൊണ്ടു ചെന്നെന്നും പറഞ്ഞ് എനിക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നിൻ്റെ അളിയൻ ആരു കിടന്നത്? ആരും ചെയ്തു ഒരു റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ചൈതൂന് ആരുവിൻ്റെ അടുത്ത് ഇത്രയും ദേഷ്യം. നീ വാ, നമുക്ക് പോവാം. പിന്നെ ഞാനകത്ത് കയറും, നീ കുടിച്ച വെള്ളത്തിൽ വിചാരിക്കണ്ട. അത് കുഴപ്പമില്ല, ഞാൻ കുടിക്കാത്ത വെള്ളത്തിൽ വിചാരിച്ചോളാം. ചേട്ടൻ വാ, ചേട്ടനെ അങ്ങേരൊന്നും പറയാതിരുന്നാൽ പോരെ? ഞാനേറ്റും, വാ. നീയല്ല, ഇനി ഉടയതമ്പുരാൻ വിചാരിച്ചാലും അവൻ എൻ്റെ അടുത്ത് ഈ പറയണ ഒന്നും നിർത്താൻ പോണില്ല എന്ന് എനിക്കറിയാം. പിന്നെ നീ ഒറ്റയ്ക്ക് കയറി ചെന്ന് ബലിയാടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരാം കേട്ടാ. വാ. ഓ മൈ ഗോഡ്, റിയലി? താങ്ക് യു ചേട്ടാ. വാ പോവാ. അച്ഛന് കിട്ടിയ ശ്രീധന തുക തരുമോ അളിയ? അയ്യോ, അച്ഛനല്ലല്ലോ. ഋഷി ചേട്ടാ, വാട്ട്സ് ദാറ്റ് സോങ്? ഒരു അച്ഛനെ കിട്ടിയ ശ്രീധന തുക തരുമോ അളിയ, അങ്ങനെയല്ലേ? ഓ, ഇവൻ ഈ വീട്ടിനൊരു തലവേദനയാവും. അത് അച്ഛനല്ലടാ, പെങ്ങളാ. വാ നടാ. നീ എന്നോട് ശ്രീധരൻ ചോദിച്ചാണോ ആരും കെട്ടീന്? അല്ല, ആരും നിന്റെ ചേട്ടൻ കെട്ടീന്? ഹലോ വൈ ഷുഡ് ഐ? ഞാനെന്തിനു ചോദിക്കണം? അവന് കഴിവില്ല. അല്ലെങ്കിൽ ഞാനാകണമായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ എപ്പോഴേ വന്ന് ശ്രീധരൻ ചോദിച്ച് ആരുവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ മുങ്ങിയനെ. അളിയനും ബുദ്ധിയില്ല, എൻ്റെ ഏട്ടനും ബുദ്ധിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. വാ. ഓ എടാ പൊട്ട, അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. ഓ സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇതാ റൂം. നീ തട്ടി വിളിക്ക്. അവ ഉറങ്ങിക്കാണത്തില്ല. നീ വിളിക്ക്, ഞാൻ കൂടെ നിന്ന് തരാം. പക്ഷെ ഞാൻ വാ തുറക്കത്തില്ല. ഞാൻ തുറന്നാലും തുറന്നില്ലെങ്കിലും എന്നെ ഇങ്ങോട്ട് കയറി മെഴുകിക്കോളും. പക്ഷെ ഈ തട്ടുന്ന പരിപാടി എനിക്ക് വേണ്ട. മിക്കവാറും വല്ല ചീത്ത വിളിക്കും. അത് നീ തന്നെ കേട്ടാൽ മതി. എല്ലാത്തിനും തയ്യാറല്ലേ നീ വന്നത്? നീ വിളിക്കുക. അതെ ഋഷി ചേട്ടാ, ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയട്ടെ. എന്തിനാ വെറുതെ ഞാൻ ഈ കോഴിക്കുഞ്ഞ് ഈ പുള്ളിക്കാരൻ്റെ ഡ്രസ്സ് വാങ്ങുന്നത്? ഈ പുള്ളിക്കാരൻ എന്നെക്കാളും ഭയങ്കര ചെറുതാണ്. എനിക്കിതൊക്കെ ചെറുതായിരിക്കും വാങ്ങിയാലും. എല്ലാത്തിനും മുറിയും പാൻറ്റും മുറിയും ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലതല്ലേ ഋഷിച്ചേട്ടൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് തരുന്നത്? ഋഷിച്ചേട്ടന് ആ പുള്ളിക്കാരനേക്കാളും കുറച്ചെങ്കിലും പൊക്കം ഉണ്ടല്ലോ. ഋഷിച്ചേട്ടൻ്റെ ഡ്രസ്സ് എന്നാൽ ഞാൻ അതെടുത്തിട്ടോളാം, വേറെ പ്രശ്നമില്ലല്ലോ. എന്നിട്ട് വേണം നീ നേരത്തെ പറഞ്ഞ മുയലിൻ്റെ പൂഞ്ചിയുള്ള ഡിനോസർ എന്നെ ചവിട്ടിക്കൊല്ലാനല്ലേ? ഞാനേ മറ്റേ മാവേലിന്നല്ല, എന്നെ ചവിട്ടെന്ന് പറഞ്ഞ അങ്ങ് ഇരുന്ന് കൊടുക്കാൻ കേട്ടാടാ. എടാ, നിന്റെ അടുത്ത് ഇക്കാശ് ആരെയുന്ന തുണി വാങ്ങാൻ പറഞ്ഞേ? ചൈതൂൻ്റെ കയ്യിൽ നിന്ന്. ഇനി നീ അവൻ്റെ നിന്ന് വാങ്ങാതെ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട അതിനും നിനക്ക് കിട്ടും. അതിനേക്കാൾ ഭേദവ ഇവിടെ നിന്ന് 2 തേറി വാങ്ങിച്ച് 2 ഉടുപ്പ് വാങ്ങിച്ചോട്ട് പോയി ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങുന്നത്. എങ്ങനെയുണ്ട്? ഐ തിങ്ക് ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ. വെയിറ്റ്. ഹലോ മിസ്റ്റർ കോഴി. അയ്യോ പണി. അതെ, അകത്തോട്ട് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ. കയറി വാ.
ഓ അങ്ങനെ ആ ഏയ് ഇല്ല ഇനിയും അങ്ങനെ ഓരോരുത്തരുടെ മുമ്പിൽ പൊട്ടനാവാൻ എന്നെ കിട്ടത്തില്ല റാമേ. അതന്നെ നീ ഉണ്ടല്ലോ. ആ ഇല്ല, അപ്പോൾ കൃഷ്ണ വരുമ്പോൾ പറഞ്ഞേക്ക്, അമ്മയും ചോദിച്ചെന്ന് പറ. ശരി റാമേ. ഐ മിസ് യു. ആ ശരി, നമുക്ക് കാണാം. ആ വീഡിയോ കോൾ വിളിച്ചോ, കുഴപ്പമില്ല. ആ ഒരു കാര്യം ചെയ്യ്, നാളെ വിളിക്ക്. ഇന്ന് ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്, അവരോട് കുറച്ച് കാര്യം സംസാരിക്കണം. ശരി എന്നാൽ, ഗുഡ് നൈറ്റ്. ശരി. എന്താ ഇതിനിങ്ങനെ വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താ കാര്യം? എന്താ നീ ധൈര്യത്തിനാണോ ഈ പൂച്ചേനെ വിളിച്ചുകൊണ്ട് വന്നത്? പൂച്ചയോ? അത് ചേരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ലൈറ്റ് ഓഫാക്കി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ ഇങ്ങോട്ട് എൻ്റെ കൂടെ വന്നതാ. എന്നെ അപ്പുറത്തുനിന്ന് ഈ കാശ് പറഞ്ഞു വിട്ടതാ. ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഫ്രഷായിട്ടിടാൻ ഡ്രസ്സില്ല, അതുകൊണ്ടാണ് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. ഓ, അല്ലെങ്കിൽ മറക്കാതെ ഡ്രസ്സും പൗഡറും മേക്കപ്പ് സെറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഇവിടെ ഹണിമൂണിനാണല്ലോ എൻ്റെ അനിയൻ്റെ കൂടെ വന്നത് അല്ലേ? അവൻ്റെ ഒരു മറന്നുപോയി. എൻ്റെ ഡ്രസ്സൊന്നും നിനക്ക് തരാൻ പറ്റത്തില്ല. ഇത്രയും പൈസയും സമ്പന്നനുമായ എൻ്റെ ഡ്രസ്സുകൾ എങ്ങനെ ഞാനൊരു വെറും തെണ്ടിയായ ഒരു ഡ്രസ്സ് പോലും വാങ്ങാൻ പോക്കില്ലാത്ത വേലക്കാരന് തരും? നീ തന്നെ ചിന്തിച്ചു നോക്കൂ. തൽക്കാലം ഈ ഒരു ഡ്രസ്സ് ഇട്ട് തന്നെ മോൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടാ. എനിക്ക് നിനക്ക് ഡ്രസ്സ് തരാനേ സൗകര്യമില്ല കേട്ടാ. നീ ഇവിടെ വന്ന് ഡ്രസ്സ് ചോദിക്കുമ്പം ഇങ്ങനെ പെരുമാറത്തുള്ളെന്ന് അവന് നന്നായിട്ടറിയാം. നീ ഇങ്ങനെ എൻ്റെ മുമ്പ് ഉളുപ്പില്ലാതെ തല കുനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങോട്ട് നിന്നെ പറഞ്ഞു വിട്ടത്. നീ ഒരു മണ്ടനായി പോയല്ലോടാ, അതുപോലും അറിയാതെ വലിഞ്ഞേറി വന്നേക്കുന്നു. ചൈതോ, നിനക്കുറച്ച് കൂടുന്നുണ്ട്. നീ പോയതുപോലെയല്ല ഇപ്പോൾ. നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? ഇങ്ങനെയാണോ? അതിനി സർബൻ്റ് ആരോ ആവട്ടെ ഒരാളോട് സംസാരിക്കുന്നേ? ഓ അല്ല, ഇത് ആരാ ഇതൊക്കെ പറയുന്നേ? ആരാ? അല്ല പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടേ? ഇത്തി പറഞ്ഞു തരുമോ? ആ പേരെന്തായിരുന്നു? ആ ഋഷി. ഇത്തി പറഞ്ഞു തരുമോ ഋഷി ചേട്ടാ? ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടേ? അല്ല ഇതൊക്കെ പറയാൻ നീ ആരാ? എൻ്റെ ചേട്ടനാണോ? അല്ലെങ്കിൽ ഈ വീട്ടിലാരെങ്കിലും ആണോ? അച്ഛൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ മോൻ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ആ പരിധിയിൽ നിന്നാൽ മതി റിലേഷനൊക്കെ. അല്ലാതെ എൻ്റെ ചേട്ടൻ കളിക്കാൻ വരരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, മനസ്സിലായോ? അതെ, എനിക്ക് ഡ്രസ്സ് വേണ്ട. ഋഷിയേട്ടനെ ഞാനാ വിളിച്ചോണ്ട് വന്നേ. ഒന്നും പറയല്ലേ ഋഷിയേട്ടാ, എനിക്ക് ഡ്രസ്സ് വേണ്ട, നമുക്ക് പോവാം. സോറി ഡിസ്റ്റർബ് ചെയ്തതിന്. വാ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്തുകൊണ്ടും രണ്ടും എൻ്റെ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണമെന്നുണ്ട്. പോവോ? സോറി ചെയ്തു, ഞാൻ അവനെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതോ. നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ അത് എന്നോടിങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. സോറി. നീ വാ, നിനക്ക് ഡ്രസ്സ് ഞാൻ തരാം. ഇതിൽ കൂടുതൽ വലുതൊന്നും ഇനി എനിക്ക് കേൾക്കാനില്ല. ഞാൻ ഡ്രസ്സ് തന്നിട്ട് ഇകാശ് എന്നെ ഇനി വല്ലതും പറഞ്ഞാൽ അത് ഞാൻ സഹിച്ചോളാം. ജീവിതത്തിൽ തന്നെ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇപ്പം ഇവൻ്റെ വായിന്ന്. നീ വാ. ഋഷിയേട്ടാ, സാഡാണോ? ആക്ച്വലി ഐ എം സോറി. ഞാൻ കാരണമല്ലേ അയാളുടെ വായിരിക്കുന്നതൊക്കെ കേട്ടത്. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? മിണ്ടത്തില്ലേ? അല്ല ഋഷിയേട്ടനപ്പോൾ ശരിക്കും റോയി അങ്കിളുടെ മോനല്ലേ? വിഷമമാണെങ്കിൽ പറയണ്ട, പിന്നോട് വിഷമം മാറിയിട്ട് പറഞ്ഞാൽ മതി. എനിക്കിതൊന്നും അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ്. അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടിയിട്ടാണ്. എന്നാൽ ഞാൻ പോട്ടെ. താങ്ക് യു ഡ്രസ്സ് തന്നതിനും കുളിക്കാൻ ബാത്റൂം തന്നതിനും. ഗുഡ് നൈറ്റ്. നീ ഇവിടെ നിന്നേ. സാഡൊന്നും അല്ലടാ, സാഡായിരുന്നു. ഇപ്പോൾ ഓക്കെ. എപ്പോഴും കേൾക്കുന്നതൊക്കെ തന്നെ, പക്ഷെ ഇന്ന് കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നാളെ പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും അറിയാനുള്ളത് എന്നാലും നീ അറിയണം.
ഇനിയിപ്പോൾ 1 മാസം ഇവിടെ ഉള്ളതല്ലേ, അതുകൊണ്ട് നീ ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട. ഞാൻ റോയികളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോനാണ്. എൻ്റെ ഇപ്പോൾ പാവാടാ. എൻ്റെ അമ്മയപ്പൊക്കെ പണ്ടൊരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അന്നേരം എന്നെ എൻ്റെ കുടുംബക്കാരും ഏറ്റെടുത്തില്ല. അപ്പയ്ക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വത്തൊന്നും ഇല്ലാത്ത കൊച്ചായതുകൊണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞു. അന്ന് നിൻ്റെ ഈ പറഞ്ഞ റോയി അങ്കിൾ, അതായത് എൻ്റെ അപ്പയാ എന്നെ ഏറ്റെടുത്തത്, വളർത്തി വലുതാക്കി. അപ്പയും മഹിമാമ്മയുടെ കൂടെ ഞാൻ വളർന്നത്. അതിനുശേഷം ഇവരെയൊക്കെ ഞാൻ കണ്ടതും ഇവരെയൊക്കെ ഞാനാ വളർത്തിയത്. അവ പറഞ്ഞ സത്യമല്ലേ, ഞാനാരും ഇവിടത്തെ. പിന്നെ ഞാനും അവനുമായിട്ടുള്ള പ്രശ്നം അത് നീ അറിയാതിരിക്കുന്നത് നല്ലത്. അത് നീ അറിയാനുള്ള സമയമായെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം. ഇപ്പം ഏതായാലും അതിനുള്ള സമയമായില്ല, മനസ്സിലായോ? അപ്പോൾ ഗുഡ് നൈറ്റ്, ഇപ്പോൾ കിടന്നുറയ്ക്കാം. ഇനി അവനോട് ചെന്ന് തല്ലൂടാനും നിൽക്കണ്ട കേട്ടോ. ചെന്നിടന്നുറങ്ങാൻ നോക്കാം. ചെല്ലേ. ഐ നോ യു ആർ എ ഗുഡ് പേഴ്സൺ. അതല്ലേ എന്നോട് ഇത്രയും നന്നായിട്ട് പെരുമാറുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ അപ്പൻ ചെയ്തതിനൊക്കെ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞില്ലേ. എന്തെല്ലാം പറയണം ഈ കാശിനെയും പിന്നെ അയാളെയും പോലെ. അല്ല, അയാളുടെ പേരെന്താ ശരിക്കും? ചൈതന്യ. ഞങ്ങളെല്ലാവരും അവനെ ചൈതു എന്ന് വിളിക്കും. ചില്ല്, ഇനി ലേറ്റായ ആശു നിന്നെ വച്ചേക്കത്തില്ല. ഓ വന്നോ? ഇത്ര നേരം എവിടെ പോയിരിക്കായിരുന്നു? 2 തുണി വാങ്ങാൻ പോയാൽ അവൻ ഇത്ര താമസം. എന്താ നിൻ്റെ വായിൽ നാക്കില്ലേ? നാക്കിറങ്ങിപ്പോയാ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ 1/2 മണിക്കൂറിനകത്ത് ഇതിനകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഥപടച്ച് പൂട്ടും. പിന്നെ വെളിയിൽ കോറിഡോറിൽ കിടക്കേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. എൻ്റെ റൂം സത്രമൊന്നുമല്ല തോന്നുമ്പോൾ കയറി വരാൻ ഇറങ്ങിപ്പോവാനും. ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടാൽ ആ കാര്യം ചെയ്ത് നേരത്തെ കാലത്തേക്ക് വന്നോണം. അല്ല, ആരോട് പറയാനാ? തന്തേൻ്റെ മോൻ. ഞാൻ പറഞ്ഞ ഇവനൊക്കെ വല്ലതും കേൾക്കൂ. ഇവന് കൊടുക്കേണ്ട മരുന്നെന്താന്നൊക്കെ എനിക്കറിയാം. നിൻ്റെ ഈ വിളച്ചിലൊക്കെ നിൻ്റെ വീടുണ്ടല്ലോ വൈകുണ്ഠം, അതിനകത്ത് വെച്ചാൽ മതി. ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട കേട്ടോടാ. ഇഗാഷ്, ആക്ച്വലി ഐ എം സോ സാഡ്. ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിന് പറ്റിയ മൂഡല്ല. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. സോറി. എന്തോന്ന്? നിന്നവിടെ. ഞാൻ നിന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെ ഗോയിങ് ടു സ്ലീപ്പെന്ന്? എന്താ നിനക്കിപ്പോൾ ആർഗ്യുമെൻറ്റിന് പറ്റാത്ത മൂഡായി പോവാൻ ഇത്രയും മാത്രം വിഷമം? നീ സാഡാണോ? കുപ്പിപ്പാല് വേണോ? ഓ അവൻ്റെ ഒരു ഇഗാഷ്, ഞാൻ പറഞ്ഞില്ലേ ഐ എം സാഡ്. എനിക്ക് വഴക്കൂടാൻ ഇപ്പം മൂഡില്ല. നമുക്ക് നാളെ വഴക്കൂടാം. ഇതിനെല്ലാം കാരണം ബിക്കോസ് ഓഫ് യുവർ ബ്രദർ ചൈതന്യ. ഇഗാഷ് എന്തിനാ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് തൻ്റെ ബ്രദർ പറഞ്ഞു. എന്നെ അവിടെ മുമ്പ് നാണം കെടുത്താനല്ലേ. ഞാനവിടെ ചെന്ന് ഡ്രസ്സ് ചോദിക്കുമ്പോൾ അയാൾ തരത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തല ഉനിച്ച് നിൽക്കണം. അതൊക്കെ. പക്ഷെ എൻ്റെ കൂടെ വന്ന ഋഷി ചേട്ടനെ അങ്ങനെയൊന്നും പറഞ്ഞ് അപമാനിക്കണ്ടായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞേ? താനാരാ? താൻ ഈ വീട്ടിലാരാ? ഞങ്ങളുടെ ആരും അല്ലല്ലോ. ആക്ച്വലി അയാൾ എന്നെ വല്ല ചീത്തയും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാ ഋഷി ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ എന്നെ അല്ലേ പറയണ്ടേ? ഞാനാ കതവ് മുട്ടിയത്. ഞാൻ ആദ്യം കയറിപ്പോയത്. പാവം, എനിക്ക് ഒരുപാട് ചീത്ത കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒപ്പം കൂട്ടിന് വന്നതാ. എന്നിട്ട് അതിനെ വിഷമിപ്പിച്ചേക്കുന്നു. ഞാൻ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. പ്ലീസ് എന്നെ പിറകിൽ നിന്ന് വിളിച്ച് ഇന്ന് വഴക്കൂടാൻ നിൽക്കരുത്. എനിക്ക് വയ്യ. ഞാൻ അതിന് പറ്റിയൊരു മൂഡിലോ സിറ്റുവേഷനിലല്ല. രാവിലെ വഴക്കൂടിക്കോളാം. ബൈ. ഇതെന്ത് ജന്മമാ ദൈവമേ. വഴക്കൂടാനും മൂഡ് സിറ്റുവേഷനും വേണം പോലും. ഈ ചൈതു ഇതെന്ത് പരിപാടി കാണിച്ചേ? എവൻ്റെ മുമ്പോച്ച്. ഓ, എന്നാലും ചൈതു ഇതിന് ഋഷി അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതും ഈ ഞാഞ്ഞൂലിൻ്റെ മുമ്പ് വെച്ച് തന്നെ പറയണമായിരുന്നു. ഇനി ഇത് പോയി 1-20 അതിൻ്റെ തന്തയോട് പറഞ്ഞു കൊടുക്കും. അയാൾക്ക് പിന്നെ അത് മതി, വീട്ടിനകത്തും പ്രശ്നമെന്ന് പറഞ്ഞ് ആഘോഷിക്കാനായിട്ട്. പിന്നെ
നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലമാണ്. അത് ഞങ്ങൾക്കറിയാൻ തീർക്കാൻ നീ അധികം ഇടപെടാൻ. അതിനിടയ്ക്ക് ഉറങ്ങിയ എൻ്റെ പൊന്നെ ദൈവമേ, ഇവ ഇനി വല്ല കുംഭകർണൻ്റെ ജന്മം തന്നെ എന്തോ, പുനർജന്മമായിരിക്കും മിക്കവാറും. ഏതായാലും പറഞ്ഞതുപോലെ തറയിൽ തന്നെ കയറി കിടന്നു. അപ്പം അനുസരണയൊക്കെ ഉണ്ട്. ഋഷിയെ പോയി കണ്ടാലോ? അല്ലെങ്കിൽ വേണ്ട, രാവിലെ പോയി കാണാം. ചൈതൂന് 2 കൊടുക്കണം. അവൻ്റെ ഇപ്പം ശരിയല്ല. വന്നു എന്താ പറയേണ്ടതെന്ന് ഒരു ബോധമില്ല. അമ്മ, റോയെങ്കിലും വിളിച്ചായിരുന്നോ? തൃശു ഓക്കെ ആണോ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവിടെ? അമ്മ അങ്ങോട്ട് വിളിച്ചായിരുന്നു രാവിലെ. ആ, തന്ത ഇപ്പം ചോദിച്ചിട്ട് പോയുള്ളൂ. അടുത്ത മോൻ വന്നിട്ടുണ്ട്. അല്ല, നിനക്കൊക്കെ രണ്ടിന് എന്താടാ? നിന്റെ തന്തയാണെങ്കിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പാതിരാത്രി വരെ റോയി വിളി എന്ന് പറഞ്ഞ ശല്യമായിരുന്നു. അങ്ങേരായിട്ട് വരുത്തി വെച്ചത് ഇതൊക്കെ. എന്നിട്ട് ഇപ്പം അങ്ങേർക്ക് ടെൻഷൻ കൂടുതൽ. ഞാൻ വിളിച്ചു, ടെൻഷനൊന്നും അടിക്കണ്ട, അവ ഉറക്കണിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞേ. റോയി താഴെ ഉണ്ട്. അവർ പിള്ളേരാരും എണീറ്റിട്ടില്ല. കുഴപ്പമില്ല, ഇന്നലെ രാത്രി ഒക്കെ ഓക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു എന്നാ പറഞ്ഞേ. വേറെ പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞേ. അവനേതായാലും കള്ളം പറയത്തില്ല, അതുറപ്പാ. പക്ഷെ ടെൻഷനൊന്നുമല്ല. റോയിങ്കിള് നാളെ ഒരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് അമേരിക്ക വരെ പോവാ. അന്നേരം പിന്നെ ഋഷി ഉണ്ടല്ലോ, അതാ എൻ്റെ ഒരു സമാധാനം. ആമേ, അതും എൻ്റെ സമാധാനം. റോയങ്ങൾ ഋഷി ഉണ്ടല്ലോ. പക്ഷേ അങ്കിളിൻ്റെ അടുത്ത് അവന്മാർ പിടിച്ച് നിൽക്കൂല. പക്ഷേ ഋഷീനെ ഒതുക്കാൻ അവർ രണ്ടുപേരും തന്നെ ധാരാളമാണ്, ചൈതുവും വികാശും. എൻ്റെ പേടിയതാ. ആരുവിനെ പോലെ അല്ല ചൈതന്യ. അവൻ ആരുവിൻ്റെ എൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എന്താവോ എന്തോ. അങ്കിളുള്ളതുകൊണ്ട് 2 ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാം. മറ്റാന്നത്തോട്ട് എന്താവുമെന്നൊരു പിടിയില്ല. അല്ല, അത് നമ്മുടെ ഗ്രൂപ്പും റോയങ്ങളുടെ കമ്പനിയും കൂടെ കൊളാബ് ചെയ്യുന്ന പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ അച്ഛനും പോകുന്നുണ്ടായിരിക്കുമല്ലോ അമേരിക്കയിലോട്ട്? ഉണ്ട്. നിൻ്റെ അച്ഛൻ ആ പ്രോജക്റ്റിൻ്റെ എന്താ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫയൽസ് എന്തൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാവിലെ ഓഫീസിലോട്ട് പോയിട്ടുണ്ട്. അച്ഛനും നാളെ പോവാ. റോയി വിളിച്ചപ്പോൾ റോയും പറയുന്നുണ്ടായിരുന്നു അവനും ഇന്ന് ഓഫീസിൽ പോകണമെന്ന്. ഇന്ന് രാത്രി ഒന്ന് റോയെ വിളിച്ചു നോക്കണം. മോനോട് സംസാരിക്കാൻ പറ്റിയാലോ? അവനിന്ന് ഓഫീസിലായതുകൊണ്ട് ചെറുക്കൻ വീട്ടിലല്ലേ, അന്നേരം ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആ പിള്ളേരുടെ ആരുടെയും നമ്പർ എനിക്ക് അറിയത്തുമില്ല. വിളിച്ചു കഴിഞ്ഞാലും കൊടുത്തില്ലെങ്കിലോ? രാത്രി ആവട്ടെ, അന്നേരം വിളിച്ചു നോക്കാം. അല്ല, ഇന്നലെ ആരുവിൻ്റെ ആവശ്യത്തിനായിട്ട് കോളേജിൽ പോയില്ലായിരുന്നോ? അതെന്തായി? ശരിയായോ എക്സാമിൻ്റെ? അതൊക്കെ ശരിയായിണ്ടമ്മേ. ഇനി ഞാൻ പഠിച്ചാൽ മാത്രം മതി. അതാണല്ലോ എനിക്ക് വരാത്തത്. അപ്പയായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നിനക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിക്കണ്ടടാന്ന്. ഇതിപ്പോ അച്ഛനോട് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. വിഷ്ണു അച്ഛൻ എന്നെ വെട്ടിക്കീറി അടുപ്പി വെക്കും. പഠിച്ചേ പറ്റൂ. മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ നോക്ക്. അല്ലേലേ അങ്ങേര് കാലിതുള്ളിയാണ് നടക്കുന്നേ നിന്റെ ഫാമിലിയോട് മൊത്തത്തിൽ. ഞാനും നീ ഇവിടെ ഉള്ളതുകൊണ്ടാ അങ്ങേര് ഇത്തിരിയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നത്. ഇല്ലേലെ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്ന ദൈവം തമ്പുരാന് മാത്രം അറിയാം. തിരിച്ച് പണി കിട്ടുമ്പോൾ ഇതുപോലെ മോനിക്കൊണ്ട് നടക്കുകയും ചെയ്യും. മനസ്സിലൊന്നും ഇല്ലടാ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാ. ആരോട് പറയാം? നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടോ? ഏതായാലും നീ പഠിക്കാൻ നോക്ക്. പിന്നെ ഇനിയിപ്പോൾ ചെറുക്കൻ അവരുടെ വീട്ടിലായതുകൊണ്ട് അടുത്ത 1 മാസത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ദുഷ്കരമായ പ്രവൃത്തികളൊന്നും പ്രതീക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയാൽ അങ്ങേര് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങേരെ ജീവിതത്തിൽ കാണത്തില്ല, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നമ്മ, ഇങ്ങനെ അറാൻ പറ്റുന്ന തീരുമാനം എടുത്തേക്കല്ലേ. ഒന്നാത് ഈ സ്വത്തുക്കളൊന്നും വീതിച്ചിട്ട് പോലുമില്ല. എല്ലാം പൂർണിമ ബിൽഡേഴ്സ് എന്നുള്ള പേരിലായിരിക്കുന്നത്. അമ്മ അങ്ങനെ അപ്പയെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മാങ്ങാണ്ടിയും കിട്ടത്തില്ല. അതുകൊണ്ട് അമ്മ പോകുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണേ. പിന്നെ നീയൊക്കെ രണ്ടും കാത്തിരുന്നു. വേണമെങ്കിൽ ദേവനെ ഞാൻ കൊണ്ടുപോകാം, പക്ഷെ നിന്നെയൊക്കെ രണ്ടേയും കൊണ്ടുപോകത്തില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 2 ട്രോഫിയും കൊണ്ടല്ലോ വന്നേ. ഇതൊക്കെ നിന്റെ തന്ത ഉണ്ടാക്കിയതാ, നിന്റെ അനിയനെ. അതുകൊണ്ട് അങ്ങേര് എന്നെ വെച്ചോണ്ടിരുന്ന് നോക്ക് കേട്ടാ.
കൊണ്ടുപോകാൻ. പിന്നെ ഇന്നലത്തെ ചോറ് ഇവിടെ ഒറ്റണം കഴിച്ചിട്ടില്ല, അതിനോട് ചൂടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് ഞണ്ണിക്കോ. ഓക്കെ മാതാശ്രീ, വല്ല ആവശ്യമുണ്ടായിരുന്നു? ടെൻഷൻ അടിക്കാതെ, തൃശ്ശൂർ അവിടെ സേഫാ. എൻ്റെ അനിയന്മാർ അവനൊന്നും ചെയ്യത്തില്ല. വല്ലതൊക്കെ വിളിച്ച് പറയുമായിരിക്കും, ദേഷ്യം വന്ന വല്ലതൊക്കെ ചെയ്യുമായിരിക്കും, അല്ലാണ്ട് കൊന്നൊന്നും കളയത്തില്ല. അവന്മാർ അത്രയ്ക്ക് ദുഷ്ടന്മാരൊന്നുമല്ല. പിന്നെ കുറച്ച് ദേഷ്യം കൂടുതലാന്നേ ഉള്ളൂ രണ്ടിനും, അല്ലാതെ തീവ്രവാദികളൊന്നുമല്ല. പോരെ, കൂളായിട്ടിരിക്കുക, ഒന്നുമില്ല ത്രിലോകെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഓക്കെയാ. റോയി അങ്കിൾ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, അവ ഉറക്കാന്നാ പറഞ്ഞേ. പേരല്ലി ഗുണ്ടമല്ലിയെ ലവ്ലീസല്ലേടി ബേബി ബേബി, ഇതൊക്കെ എനിക്ക് നിസാരം നിസാരം ഇതല്ല, ഇതിന് വലിയ ജോലിയാണെങ്കിലും ഈ തൃശ്ശൂർ ഇതൊന്നും എനിക്കൊരു പണിയല്ലെന്ന് ആ തടിമാടൻ എന്താ മനസ്സിലാക്കാത്തത്? മസിലും ഉരുട്ടിക്കാറ്റിട്ട് അവൻ്റെ അമ്മമ്മയുടെ എന്നും പറഞ്ഞുകൊണ്ടൊന്ന് ആജ്ഞാപിച്ചോളും. മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കാതെ കുണ്ടിക്കിട്ട് ചവിട്ടിയതും പോരാ. അവനോട് ദൈവം ചോദിക്കും, അല്ല ആര് ചോദിക്കാൻ? ഞാൻ ചോദിക്കും, ഇല്ല, നോ വേ, ബിക്കോസ് എനിക്കവനെ പേടിയാ. എന്തിനാ ദൈവമേ എന്നെ ഇത്രയും അപ്പാവിയായിട്ട് നീ ജനിപ്പിച്ചത്? ബൈ. ആഹാ, നിനക്ക് ഈ പാട്ടൊക്കെ അറിയാവോ? ലണ്ടനിൽ നീ ഈ പാട്ടൊക്കെ കേൾക്കൂ? നിനക്ക് പാത്രം കഴിവ് അറിയായിരുന്നോടാ? അല്ല, നിന്നാരാടാ രാവിലെ ഇങ്ങോട്ട് ചവിട്ടി പറഞ്ഞു വിട്ടെ? അല്ല, നീ ലണ്ടൻ്റെ വളർന്ന ഒരു കൊച്ചൊക്കെ ആകുമ്പം മൂലത്ത് വെയിലടിക്കുന്നവർ കിടന്ന് ഉറങ്ങേണ്ടതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളുടെ കാലമാട അനിയുണ്ടല്ലോ, അങ്ങേരെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, ലണ്ടനിലും വീട്ടിലുമൊക്കെ ഞാൻ കുണ്ടിയിൽ വെയിലടിക്കുന്നവരെ തന്നെ കിടന്നുറങ്ങുന്നത്. ഇതിപ്പോൾ കുണ്ടിക്കിട്ട് ചവിട്ട് കിട്ടിയാൽ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നത്? പിന്നെ എണീറ്റിങ്ങ് പോന്നു. രാവിലെ തന്നെ മഴ കൂടി മൂട് കുളമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ആ, പാത്രം കഴുകാൻ എന്താണ് പാട്? പറയും. ഒരു പാടുമില്ല, അതുകൊണ്ട് കഴിവിയതാ, വേറൊന്നും എനിക്കറിയത്തില്ല. അല്ല, ഈ ലീവിന് പോയ ആൻറ്റിമാർ നാളെ വരുമല്ലോ അല്ലേ? അല്ല, എന്നോട് ഇനി തൊട്ട് കുക്കൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടെ. എനിക്കറിയത്തില്ല, ഇവിടെ ഉള്ളവരെല്ലാവരും കക്കൂസിലിരിക്കേണ്ടി വരും, അതുകൊണ്ട് ചോദിച്ചതാ. ആ, അവർ 2 ദിവസത്തിനകത്ത് വരും, നീ ടെൻഷൻ അടിക്കണ്ട. അതുവരെയുള്ള പാടുള്ളൂ നമുക്ക്. ഇതിപ്പോൾ ഇവിടെ വേറെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കയറി ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പുറത്തുനിന്ന് കഴിക്കും. വെറുതെ എന്തിനാ പുറത്തുനിന്ന് കഴിച്ച് അസുഖം വരുത്തുന്നത്? പിന്നെ ഈ കുക്കിംഗ് ഒക്കെ എനിക്ക് താല്പര്യമുള്ള മേഖലയാണ്, അതുകൊണ്ട് ഞാൻ കയറി ചെയ്യുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വേണ്ടി ചെയ്തിരിക്കാം. അതെ, നിങ്ങളുടെ രണ്ടുകൂടെയും കാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ അപ്പയ്ക്ക് ഒരു കോഫി കൊണ്ട് കൊടുക്കുക ആരെങ്കിലും. കാര്യം പറഞ്ഞോണ്ട് നിൽക്കുക രാവിലെ തന്നെ ജോലി ചെയ്യാതെ. ചൈതു, നീ അവിടെ നിന്നേ. നീ എന്തിനാ അവർ രണ്ടുപേരെയും പറയുന്നേ? എന്താ ഋഷി ഇവിടുത്തെ വേലക്കാരനാണോ? മറ്റേത് ഇവിടുത്തെ സർവൻ്റ് തന്നെയാണ്. ഋഷിയെ നീ അങ്ങനെയാണോ കാണുന്നത്? നിൻ്റെ ഈ വക സംസാരം ഇങ്ങനത്തെ പ്രവൃത്തി നിർത്തിക്കുക ചെയ്തു. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതായത്. ഋഷി, ആ ചായ എടുത്ത് ചൈതുവിൻ്റെ കൊടുക്ക്, അവൻ കൊണ്ട് കൊടുക്കും. നിൻ്റെയും കൂടെ അപ്പയല്ലേ, നിനക്കും കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ഋഷി എൻ്റെ റൂമിലോട്ട് വാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ബാക്കി ജോലി ചെയ്യാൻ നോക്ക്. ഇവിടെ ഇന്ന് തൂക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേയാണ്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ, ഞാൻ ചെയ്തോളാം, താങ്ക് യു. അയ്യോ, ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ വായിരിക്കുന്ന കേൾക്കേണ്ടി വരും. നൈസിന് മുങ്ങ. അപ്പം ഞാൻ പോയി റൂം അടിച്ചു വരട്ടെ. കോഫി താനല്ലേ അവനോട് പറഞ്ഞു കൊടുത്തേ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം? അവ ഇതുവരെ അതെന്നോട് ചോദിച്ചിട്ടില്ല. തൻ്റെ മനസ്സിലിപ്പോൾ എല്ലാം നേടി എന്നുള്ളൊരു വിചാരമാണെന്ന് എനിക്കറിയാം. കാണിച്ചു തരാം ഞാൻ. പിന്നെ അത് പറഞ്ഞ് താനല്ലെങ്കിൽ അവനാ. 2 പേരാണെങ്കിലും എൻ്റെ നിന്ന് നല്ലത് കിട്ടും. പണി എപ്പോഴും വരുന്നതെന്ന് കാത്തിരുന്നോ. അവനുള്ളത് ഞാൻ പ്രത്യേകിച്ച് കൊടുത്തോളാം. എൻ്റെ ദൈവമേ, ആ ചെറുക്കം പോയി ഉടനെ അത് പറഞ്ഞു കൊടുത്താ. ഇക്കാശേ, ഡാ, ഇന്ന് സൺഡേ ആയിട്ട് നീ ഓഫീസിൽ വല്ലതും പോകുന്നുണ്ടോ? അല്ല, നീ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ?
അത് എനിക്കറിയാം. ഇന്നലെ ചൈതു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നല്ല വിഷമമായെന്ന്. എടാ, അവൻ്റെ ഫ്രസ്ട്രേഷനിൽ പറയുന്നതാ. നിനക്കറിയാമല്ലോ, ആ ഇൻസിഡൻറ്റിന് ശേഷം അവനത് അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടായിരുന്നു. നിനക്ക് അവനോട് ഫീനിച്ചുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നീ അത് പറയാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അതിൻ്റെ ഫ്രസ്ട്രേഷനായി തീർക്കുന്നതൊക്കെ നിന്നോട് അവൻ ഇത്തിരി ഇന്നലെ പറഞ്ഞ കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം. സോറിടാ. എന്തായാലും അവനായിട്ട് വന്ന് ചോദിക്കത്തില്ല, അതിന് പകരം ഞാൻ ചോദിക്കുന്നത്. റിയലി സോറിടാ, അത് വിട്ടേരെ. അവൻ്റെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അവൻ പറഞ്ഞതാ. നീ അത് മനസ്സിൽ വെച്ചേക്കരുത്. അപ്പം ഇതറിഞ്ഞാൽ അപ്പാക്ക് അത് ഭയങ്കര വിഷമാവും. പിന്നെ അവനോട് ദേഷ്യമായിരിക്കും. എടാ, ഞാനത് അപ്പോഴും വിട്ടു. എടാ, ഇതിപ്പോൾ ഞാനോ നീയോ പറഞ്ഞാൽ, തൃശ്ശൂര് പറഞ്ഞാലേ അപ്പം അറിയത്തുള്ളൂ. അവനല്ലേ നിന്നോട് പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലോ നീ അറിഞ്ഞത്. എടാ, ഞാനത് അപ്പോഴേ വിട്ടതാ. അവ അത് ഇവിടെ ഒന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം പറഞ്ഞതല്ല, അവനും കൂടെ ഉള്ളപ്പം പറഞ്ഞല്ല സങ്കടം. അത് കുഴപ്പമില്ല, ഞാൻ വിട്ടു. എനിക്കറിയാം അവനവൻ്റെ ദേഷ്യത്തിൽ പറയുന്നതാണ്. എനിക്ക് അവനോട് അങ്ങനെയൊന്നും ഇല്ലടാ, നിനക്ക് തോന്നിയതാ. ഇപ്പോൾ അവൻ ഹാപ്പിയല്ലേ, ബോയ് ഫ്രണ്ടായി. ഞാൻ ഹാപ്പിയാ. നീ ഭയങ്കര ഹാപ്പിയാ, അത് നിൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. ഋഷി, ഞങ്ങളെയൊക്കെ പറ്റിക്കാം. അപ്പയെ പറ്റിക്കാം, എന്നെ പറ്റിക്കാം, ചുറ്റുമുള്ളവരെ പറ്റിക്കാം, നാട്ടുകാരെ പറ്റിക്കാം. പക്ഷേ ഈ സ്വന്തം മനസാക്ഷിയെ തന്നെ പറ്റിക്കാന്നുണ്ടല്ലോ, അത് കുറച്ച് കടന്ന പരിപാടിയാണ്. നീ എന്നോട് തന്നെ ഇത് പറയണം, നിനക്ക് അവനോടൊന്നുമില്ല എന്ന്. അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഫൈൻ, നിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, നിനക്ക് അവനോടൊന്നുമില്ല. നീ പറഞ്ഞു ശരിയാ, അവൻ ഇപ്പോൾ ഹാപ്പിയാണ്, ബോയ് ഫ്രണ്ടായി. എന്തോ അവൻ പണ്ട് പൊട്ടത്തരം വിളിച്ച് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം അവൻ്റെ അടുത്ത് ഉള്ളത് വെച്ച് ഹാപ്പി തന്നെയാണ്. അതെ, നിനക്കവനെ ഡിസേർവ് ചെയ്യുന്നില്ല. പിന്നെ അവൻ്റെ ഈ ഫ്രസ്ട്രേഷനൊക്കെ അനുഭവിക്കാനായിട്ട് അർഹത നിനക്കുമുണ്ട്. നീ എത്രയൊക്കെ ഉറക്കം നിനക്കൊന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞാലും നിൻ്റെ മുഖത്തും കണ്ണിലും കാണാം നിനക്ക് അവനോട് എന്താ, ഏതാ, എങ്ങനെയാ, എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കേട്ടോ? അതുകൊണ്ട് അത് ഒളിപ്പിക്കാനും കൂടെ പഠിക്കും. ഏതായാലും ഇന്ന് സൺഡേ അല്ലേ, നാളെ അപ്പ അമേരിക്കയിലോട്ട് പോവാം, മറൈൻ ഗ്രൂപ്പായിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്കറിയാം നീ സാഡാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തെ വിഷമത്തിലായിരിക്കും അവൻ. അപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ വല്ല വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ കിടന്ന അത് ഉരുവായിരിക്കും. നമുക്ക് പുറത്തു പോയാലോ? പിന്നെന്താ, നമുക്ക് പോവാം. അപ്പോഴോട്ട് പറയണ്ടേ? അല്ല, ഇന്ന് സൺഡേ ആണെങ്കിലും നാളെ പോകുന്ന കാര്യമായിട്ട് കുറച്ച് ഫയൽസ് റെഡിയാക്കാനുള്ളതുകൊണ്ട് ഓഫീസിൽ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ വൈകിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഇതിനപ്പം ഇങ്ങ് വരും. അതിൻ്റെ പേപ്പേഴ്സ് മാത്രം റെഡിയാക്കാനല്ലേ ഉള്ളൂ. പിന്നെ ഓഫീസിൽ സ്റ്റാഫ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് ഇന്ന് വർക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങ് എത്തിക്കോളും. നമുക്കിപ്പോൾ പോയി പറയാം, വാ. എന്തു പറയാനാങ്കിളെ, ലണ്ടനാ ഒരു ലണ്ടൻ. ഇതൊക്കെ ഒരു നാടാണോ? അതൊക്കെ അങ്ങ് ലണ്ടൻ. ഈ നേരത്തൊക്കെ കൂർക്കവും വലിച്ച് കിടന്നുറങ്ങാം. ഒറ്റ മനുഷ്യൻ കുണ്ടി ചവിട്ടത്തുമില്ല, വിളിച്ചെണീപ്പിക്കത്തുമില്ല. ചോറ് വേടാ, തൂക്കടാ, തുടയ്ക്കടാ, ഒന്നും പറയത്തുമില്ല. ലണ്ടൻ വെച്ച് നോക്കുമ്പോൾ ഇത് നരകമാണ്. വീട്ടിലാണെങ്കിൽ അച്ഛൻ പട്ടിപ്പണി, ഇവിടെയാണെങ്കിൽ അങ്കിളുടെ മകൻ ബംഗാളിപ്പണി. രണ്ടും കണക്കാ. വല്ല ആസാമിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇതായിപ്പോ നന്നായ. നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇത് ചെയ്യണ്ടെന്ന്. അവന്മാര് പലതും പറയൂടാ, നീ ചെയ്യണ്ട, നീ ഇതങ്ങ് കൊണ്ടുപോയിക്ക്, നീ തുടക്കൊന്നും വേണ്ട, ചെല്ല. അങ്കിളും പലതും പറയും, അത് ഞാൻ കേൾക്കണം, ഇത് ഞാൻ കൊണ്ട് വയ്ക്കണം, അങ്കിളിൻ്റെ മകൻ വന്ന് എന്നെ തല്ലണം, മറ്റേ മകൻ്റെ വായിരിക്കുന്ന കൊടുങ്ങല്ലൊരു ഭരണി ഞാൻ കേൾക്കണം. നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ ചെയ്തോളാം. ഇത് തീർത്തില്ലേ? കുറേ നേരം ആയാലും ഇത് പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്.
നിന്നോട് ഇവിടെ ഒരച്ചൊരച്ച് നിൽക്കാനല്ല പറഞ്ഞത്, പെട്ടെന്ന് തുടയ്ക്കാനാണ് പറഞ്ഞത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ഓ അതെ ഇഗാഷ്, ഞാൻ റോബോട്ടൊന്നുമല്ല, ഞാൻ ചെയ്യാം, സമയമുണ്ടല്ലോ. ഓ റോബോട്ടാ നിന്നേക്കാൾ ഭേദം. ഡാ മതി നീയൊക്കെ അവൻ്റെ മണ്ടേ കയറിയത് രാവിലെ. ചെറുക്ക, നീ അത് കൊണ്ടുവച്ചേ. നിനക്ക് അറിയാവുന്ന പണി നീ ചെയ്താൽ മതി. അതിന് നേരെ ചൊല്ലി ആ മോപ്പ് പിടിക്കാൻ അറിയത്തില്ല, എന്നോട് തുടയ്ക്കാൻ പറഞ്ഞേക്കുന്നവൻ. കൊണ്ടുപോയിക്കടാ. എന്താ രാവിലെ ഞായറാഴ്ചയായിട്ട് ഓഫീസിലൊന്നും പോകണ്ടല്ലോ? അവൻ്റെ മേലെ കുതിര കയറാൻ വേണ്ടി ഇറങ്ങി വന്നതായിരിക്കും അല്ലേ? രാവിലെ പൂർണ്ണിമേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടെൻഷൻ അടിച്ച്, ആ ചെറുക്കന് ജീവനുണ്ടോ എന്ന് അറിയാനായിട്ട്. രാവിലെ നോക്കിയപ്പോൾ അതിനെ മോപ്പ് കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുക, അറിഞ്ഞൂടാത്ത പണി കഴിക്കാനായിട്ട്. എടാ നിനക്കൊക്കെ എന്താടാ? എന്നാ അപ്പാ ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഇവിടെ സർവൻ്റായിട്ട് വന്നവനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കാം, ഞാനും അവനും കൂടി. അതാകുമ്പോൾ അപ്പനെ ഹാപ്പിയാവൂ. എൻ്റെ പൊന്നപ്പാ, അവ ഇവിടെ ജോലിക്കാണ് വന്നെങ്കിൽ അവൻ ജോലി ചെയ്യും. അത് മറ്റേടുത്ത മറ്റവൻ്റെ മോന അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർവൻ്റായിട്ട് ബെറ്റ് വിളിച്ച് വന്നതാണെങ്കിൽ അവൻ ജോലി ചെയ്തേ പറ്റൂ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്നാലും തൊണ്ടവേദന എടുത്താലും തൊണ്ട കീറിയാലും ഞാനിങ്ങനെ നടന്ന് പറയും. എൻ്റെ വിധി. ഓ ഓക്കെ നിർത്ത്. അപ്പാ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. പണ്ട് ആരോ ഉണ്ടായിരുന്ന സമയത്തിനാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുള്ളത്, എല്ലാവരും കൂടി ഒരുമിച്ച്. ഇതിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ചൈതു ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് 4 പേർക്കും കൂടി ഇന്ന് ബീച്ചിലും പുറത്തൊക്കെ പോയാലോ? അപ്പം എന്തു പറയുന്നു? രാവിലെ പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോകണം. നാളെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. രാവിലെ അല്ലപ്പാ, നമുക്ക് വൈകുന്നേരം പോവാം. അപ്പൻ പോയിട്ടൊക്കെ വന്നിട്ട്. എന്നോട് ആശു ആദ്യം പറഞ്ഞത്. ഞാനും നോക്കിയപ്പോൾ കുറേ ആയില്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട്, നമ്മൾ ഫാമിലിയായിട്ട്. അപ്പോൾ പോയിട്ട് വന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ എന്നാലും കുറച്ച് നേരത്തെ ഇറങ്ങും. ഞാനെന്നാ അങ്ങോട്ട് ഓഫീസിലോട്ട് പോകാൻ പോവാം. റെഡി ആവട്ടെ പോയി. പിന്നെ ഞാനിങ്ങ് വരാം. നിങ്ങൾ റെഡിയായി വീട്ടിൽ നിന്നാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് അങ്ങ് പോവാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങ് നേരെ വരാൻ നിന്നാൽ ഈ കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് വരണം. ഇതാകുമ്പോൾ ഇവിടെ വന്ന് കാഷ്വൽ ഡ്രസ്സ് ഇട്ട് ഫ്രീ ആയിട്ട് വരാമല്ലോ. ശരി എന്നാ. ശരിയപ്പാ. ആശു, എൻ്റെ കാര്യം ഡൗട്ടാ. എനിക്ക് ആരെയും കൂടെ വന്ന് അർമാദിച്ച് ഉല്ലസിക്കാൻ പറ്റിയ സിറ്റുവേഷനും മൂടൊന്നുമല്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, ഞാൻ റൂമിൽ കാണും. ഇഗാഷ, ഞാൻ വരണോ? അവന് ഞാനുള്ളത് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അതാവ അങ്ങനെ പറഞ്ഞത്. എൻ്റെ പ്രസൻസ് അവനൊട്ടും ആഗ്രഹിക്കുന്നില്ലടാ. ഞാൻ വരാതിരിക്കുന്നതല്ലേ നല്ലത്. എൻ്റെ പൊന്ന് ഋഷി, അവ എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ ഉടനെ അതങ്ങ് എല്ലാം തലയ്ക്കകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ നിന്നോണം കേട്ടോ. എന്നിട്ട് എന്നോട് ഓരോന്ന് നടന്ന് പുലമ്പിക്കോണം. എടാ അവൻ വരും, നിനക്കറിയാലോ. അവൻ ഇങ്ങനെയൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഉള്ളുകൊണ്ട് പാവമാണ്, പുറമെ ഈ ചാട്ടം മാത്രമേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പോ. ഞാൻ അവനോട് പോയി സംസാരിക്കട്ടെ. എന്താ അവൻ്റെ പ്രശ്നമെന്നറിയണമല്ലോ. ചെല്ല്. അപ്പം ഇവിടെ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. കണ്ടുപിടിക്കണം.